Section C, question number 26, show that f of x equal to tan inverse sin x plus cos x is an increasing function on closed interval 0 pi by 4. അതായത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 0 pi by 4 എന്നുള്ള ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിരുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുന്നു, ടാൻ ഇൻവേഴ്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, എഫ് ഡാഷ് എക്സ് കാണുക. ഫസ്റ്റ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ 1/1 പ്ലസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഇനി അവർ നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 pi by 4 ആണ്. നമുക്കറിയാം ഇത് കോസ് എക്സിൻ്റെ ഗ്രാഫാണ്, ഇത് സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. അപ്പം 0 pi by 4 ദാണ്ട് ഇവിടുന്ന് ഇവിടം വരെ ഉള്ള ഇതിൽ എപ്പോഴും കോസ് എക്സിൻ്റെ വാല്യൂ ആയിരിക്കും സൈൻ എക്സിനേക്കാളും വലുതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കോസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് വരുമ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും വരുന്നത്. ഇവിടെയും 1 പ്ലസ് ഇതൊരു സ്ക്വയർ ആണ്, പിന്നെ സൈൻ എക്സ് അഡിഷനും ആണ്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ്. അപ്പോൾ എപ്പോഴും എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാം. എന്ത് ഇൻ്റർവെല്ലാണ്? 0 to pi by 4 എന്നുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഇൻക്രീസിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27. The probability that the students buying coloring book of 0.7 and that she buys a box of colors is 0.2. The probability that she buys the coloring book given that she buys a box of colors is 0.3. Find the probability that the students buys both the color book and box of colors. Question number 2. Buys a box of colors given that she buys the coloring book. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കുക. അതായത് ഇതൊരു കണ്ടീഷൻ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ എ ഗിവൺ ബി, ആ ബി ഗിവൺ എ, അതെ ഇനി ആ കണ്ടീഷൻ ഏതാണെന്ന് നോക്കുക. നമുക്കിവിടെ തന്നിരിക്കുന്നത്, ഞാനിപ്പോൾ എ എന്ന് പറയുന്ന ഇവൻറ്റിന് ബൈയും കളറിംഗ് ബുക്കുമായിട്ടും ബി എന്ന് പറയുന്ന ഇവൻറ്റിന് ബോക്സ് കളേഴ്സുമായിട്ട് എടുക്കുന്നു. അപ്പോൾ ഇത് എ എടുക്കുമ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത് 0.7ഉം പി ഓഫ് ബി എന്ന് പറയുന്നത് 0.2 ആണ്. ഇനി ദ പ്രോബബിലിറ്റി ദാറ്റ് ഷീ ബൈസ് എ കളറിംഗ് ബുക്ക് ഗിവൻ ദാറ്റ് ഷീ ബൈസ് എ ബോക്സ് ഓഫ് കളേഴ്സ് ഈസ് 0.3. ഇപ്പം ഇവിടെ ഞാൻ എ എന്ന് പറയുന്നതാണ് കളറിംഗ് ബുക്കായിട്ടും ബി എന്ന് പറയുന്ന കളേർഡ് ബോക്സ് ആയിട്ടും എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ തന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഗിവൻ ദാറ്റ് ഷീ ബൈസ് എ ബോക്സ് ഓഫ് കളേഴ്സ് ഈസ് 0.3. അപ്പോൾ എ ഗിവൺ ബി എന്ന് പറയുന്നത് 0.3 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ബൈസ് ബോത്ത് ദ കളറിംഗ് ബുക്ക് ആൻഡ് ദ ബോക്സ് ഓഫ് കളേഴ്സ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ഓഫ് എ ഗിവൺ ബിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാം എന്താ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. അതെന്ന് പറയുന്നത് 0.3 എന്ന് തന്നിട്ടുണ്ട്. പി ഓഫ് ബി എന്ന് പറയുന്ന 0.2 ആണ്. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0.06 വരും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷീ ബൈസ് എ ബോക്സ് ഓഫ് കളേഴ്സ് ബൈസ് എ ബോക്സ് ഓഫ് കളേഴ്സ് ഗിവൺ ദാറ്റ് ഷീ ബൈസ് ദ കളറിംഗ് ബുക്ക്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറയുന്നത് പി ഓഫ് ബി ഗിവൺ എ ആണ്. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ വാല്യൂ ഉണ്ട്, പി ഓഫ് എയുടെ വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് എ എന്ന് എഴുതാം. അപ്പോൾ 3/35 അല്ലെങ്കിൽ 0.086. അതിൻ്റെ ഓവർ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. A person has a fruit box that contains 6 apples and 4 oranges. He picks out a fruit 3 times, one after the other, after replacing the previous one in the box. Find the probability distribution of the number of oranges he draws, the expectation of the random variable. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ എടുക്കണോ, അതിന് ഫസ്റ്റ് എക്സിനെ ഞാൻ ടേക്കിംഗ് ഓറഞ്ച് അതായിട്ട് എടുക്കുന്നു. അപ്പോൾ എത്ര ചാൻസ് ഉണ്ട്? 3 പ്രാവശ്യം എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെ വരും? 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. നമ്പർ ഓഫ് ഓറഞ്ചസ് ആണ് എക്സ് എന്ന് പറയുന്നത്. ഇനി എ ബി ദ ഇവൻറ്റ് ദാറ്റ് ദ ഓറഞ്ചസ് ഈസ് ഡ്രോൺ
അപ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത് ഇപ്പോൾ 6 ആപ്പിൾ ആൻഡ് 4 ഓറഞ്ചസ് ആണ്, ടോട്ടൽ 10 ആണ്. അപ്പോൾ ഓറഞ്ചസ് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്താ വരുന്നത്? 4/10. ആപ്പിളിൻ്റെത് 6/10 എന്ന് വരും. അപ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത് 2/5. പി ഓഫ് എ കോംപ്ലിമെൻ്റ് അതെന്ന് പറയുന്നത് ആപ്പിൾ എടുക്കാനുള്ള പോസിറ്റീവ് 3/5 എന്ന് വരും. ഇനി എക്സിന് 3 ഏതൊക്കെ വരും? 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. അപ്പോൾ പി ഓഫ് എക്സ് 0 വരുവാണെങ്കിൽ നമുക്ക് എങ്ങനത്തെ ചാൻസ് വരുന്നത്? നമ്മൾ 3 പ്രാവശ്യം എടുക്കുന്നതും ഓറഞ്ച് ആവും. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 0, പി ഓഫ് എക്സ് 0 എന്ന് പറയുമ്പോൾ എടുക്കുന്ന 3ഉം ആപ്പിളാണ്. അപ്പോൾ എന്ത് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ 3/5 ഇൻറ്റു 3/5 ഇൻറ്റു 3/5 27/125 എന്ന് കിട്ടും. ഇനി എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ 1 ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തൊക്കെ വരാം? ഫസ്റ്റ് 2/5 ഇൻറ്റു സെക്കൻഡ്, പിന്നെ 3/5 ഇൻറ്റു 3/5, അങ്ങനെ 3 ചാൻസസ് വരും. അതായത് എക്സ് 1 ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ വരാം? നമ്മൾ ആദ്യം എടുക്കുന്നത് ഫസ്റ്റ് ഓറഞ്ച് വരാം, പിന്നീട് 2 എണ്ണവും നോട്ട് ഓറഞ്ച്, പിന്നെ എന്ത് വരാം? ആദ്യം സെക്കൻഡ് ടൈം എടുക്കുമ്പോൾ ഓറഞ്ച് വരാം, പിന്നീട് തേർഡ് ടൈം എടുക്കുന്നത്. അപ്പോൾ ഈ എക്സ് ഈക്വൽ ടു 1-ന് ഈ 3 കണ്ടീഷൻ വരും. അങ്ങനെ അപ്പോൾ അതിനെ ഞാൻ അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എഴുതാം. 3 ഇൻറ്റു 2/5 ഇൻറ്റു 3/5 ഇൻറ്റു 5/3. അപ്പോൾ അതെന്ന് പറയുന്നത് 54/125 എന്ന് വരും. ഇനി എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ അതേപോലെ തന്നെ വരുന്നത്. എക്സ് ഈക്വൽ ടു 2 വരുമ്പോൾ എങ്ങനെ വരും? ഫസ്റ്റ് 2 എ വരും, പിന്നെ ഒരു എ കോംപ്ലിമെൻറ്റ് വരും. അതുപോലെ എ കോംപ്ലിമെൻറ്റ് എ വരാം, പിന്നീട് മൂന്ന് ചാൻസ് വരും. അതായത് അതും 3 ഇൻറ്റു 2/5 ഇൻറ്റു 2/5, 2 പ്രാവശ്യം ഓറഞ്ചിൻ്റെയും പിന്നെ ഒന്ന് നോട്ട് ഓറഞ്ച്. അപ്പോൾ 2/5 ഇൻറ്റു 2/5 ഇൻറ്റു 3/5. പിന്നെ എക്സ് ഈക്വൽ ടു 3, 3 പ്രാവശ്യം നമുക്ക് ഓറഞ്ചാണ് പിക്കപ്പ് ചെയ്യുന്നതെങ്കിൽ 2/5 ഇൻറ്റു 2/5 ഇൻറ്റു 2/5. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 27/125. 1 വരുവാണെങ്കിൽ 54/125, 2 ആണെങ്കിൽ 36/125, 3 ആണെങ്കിൽ 8/125. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ എക്സ്പെക്ടേഷൻ ഓഫ് ദി റാൻഡം വേരിയബിൾ. അതായത് തന്നിരിക്കുന്ന ഇതിൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? സിഗ്മ PI/xi. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇൻറ്റു ചെയ്ത് എഴുതുക. 0 ഇൻറ്റു 27/125, 1 ഇൻറ്റു 54/125, 2 ഇൻറ്റു 36/125 പ്ലസ് 3 ഇൻറ്റു 8/125. സോൾവ് ചെയ്യുമ്പോൾ 6/5. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 28. ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ 3 ടൈപ്പ് സൊല്യൂഷൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. വേരിയബിൾ സെപ്പറബിൾ, ഹോമോജീനിയസ്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ തന്നിരിക്കുന്നത് ഏത് ടൈപ്പാണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതറിയാം, ഇത് ഒരിക്കലും വേരിയബിൾ സെപ്പറബിളും അല്ല അറിയാം. പക്ഷെ നമ്മളത് ഹോമോജീനിയസ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത് അവിടെ എഴുതി വെക്കണേ. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കണ്ടീഷൻ എന്താ? എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ എന്ന് പറയുമ്പോൾ ലാംഡ റൈസ് ടു n ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് കാണിക്കണം. അതിനുശേഷം ഇത് ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണെങ്കിൽ പിന്നീട് നമ്മൾ ഈ രീതിയിൽ ചെയ്യുക. ഇപ്പോൾ dy/dx ഈക്വൽ ടു y/x മൈനസ് കൊസീക് y/x ആണ്. ഹോമോജീനിയസ് ഇക്വേഷൻ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുന്ന പറയുമ്പോൾ വൈക്ക് നമ്മൾ എന്ത് കൊടുക്കണം? vx കൊടുക്കണം. അപ്പോൾ dy/dx എന്ന് പറയുന്നത് v പ്ലസ് എക്സ് ഇൻറ്റു dy/dx, അതായത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ച്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ dy/dx ഈക്വൽ ടു y/x മൈനസ് കൊസീക് y/x ആണ്. നമ്മൾ വൈക്ക് പകരം vx എന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ dy/dx എങ്ങനെ എഴുതാം? v പ്ലസ് എക്സ് ഇൻറ്റു dv/dx. y/x y ഈക്വൽ ടു vx ആണെങ്കിൽ y/x എന്താ? v ആവും. അപ്പോൾ ഇത് v മൈനസ് കൊസീക് v എന്ന് വരും. ഇവിടെ നമ്മൾ വിയും വിയും ക്യാൻസലായിട്ട് പിന്നീട് എന്ത് വരും? എക്സ് dv/dx ഈക്വൽ ടു മൈനസ് കൊസീക് v എന്ന് വരും. ഇനി ഇവിടെ വേരിയബിൾ സെപ്പറബിൾ പോലെ, അതായത് dvയുടെ ഫംഗ്ഷൻ്റെ അടുത്ത് വിയും dxൻ്റെ അടുത്ത് എക്സിൻ്റെ ഫംഗ്ഷനും എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് കൊസീക് വിയെ ലെഫ്റ്റ് സൈഡിലോട്ടും dx/xനെ റൈറ്റ് സൈഡിലോട്ടും വേരിയബിൾ സെപ്പറബിൾ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മൈനസ് ഇൻ്റഗ്രൽ സൈൻ വി dv ഈക്വൽ ടു ഇൻ്റഗ്രൽ dx/x. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന കോസ് വി ആണ്. ഇത് ലോഗ് മോഡ് എക്സ് എന്ന് വരും. അപ്പോൾ കോസ് വി നമ്മൾ y ഈക്വൽ ടു vx എന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇനി വിക്ക് പകരം നമ്മുടെ ആൻസർ വൈയിലും എക്സിലും ആണ് എഴുതേണ്ടത്. കോസ് y/x ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി. ഈ കണ്ടീഷൻ തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 1, y ഈക്വൽ ടു 0. അത് ഈ കോൺസ്റ്റൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ്.
അപ്പോൾ ഇതിനകത്ത് എക്സിന് 1ഉം വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ സിയുടെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ കോസ് y ബൈ എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് 1. ക്വസ്റ്റ്യൻ നമ്പർ 29 ഐ ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഐ ആയിട്ട് എടുക്കുന്നു. ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 5 ഡി എക്സ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവാണ് 2x. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യാം. ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കൊടുക്കുക, ഡെറിവേറ്റീവ് എടുക്കുക, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 2x വരും, ഡി ടി എന്ന് പറയുന്നത് 2x ഡി എക്സ് ആണ്. ഇനി ഐ ഈക്വൽ ടു ഡി ടി ബൈ ഇൻ്റഗ്രൽ ഡി ടി ബൈ ടി പ്ലസ് 1 ഇൻറ്റു ടി പ്ലസ് 3 ആണ്, ടി പ്ലസ് 3 ഇൻറ്റു ടി മൈനസ് 5. ഇനി നമ്മൾ ഇതിനെ എടുത്ത് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നു. എടുക്കുമ്പോൾ എ ബൈ ടി പ്ലസ് 3 പ്ലസ് ബി ബൈ ടി പ്ലസ് 5 ടി മൈനസ് 5. ഇനി നമ്മൾ അതിനെ ഡിനോമിനേറ്ററിനെ എടുത്ത് ഫുൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 ഈക്വൽ ടു എ ഇൻറ്റു ടി മൈനസ് 5 പ്ലസ് ബി ഇൻറ്റു ടി പ്ലസ് 3 എന്ന് വരും. അപ്പോൾ ടിക്ക് 5 ഇട്ട് കൊടുക്കുമ്പോൾ ബിയുടെ വാല്യൂ 1/8ഉം ടിക്ക് -3 ഇട്ട് കൊടുക്കുമ്പോൾ എയുടെ വാല്യൂ -1/8 എന്ന് കിട്ടും. അപ്പോൾ ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ -1/8 ഇൻറ്റു ടി പ്ലസ് 3 പ്ലസ് 1/8 ഇൻറ്റു ടി മൈനസ് 5 ഡി ടി എന്ന് വരും. 1/ടി പ്ലസ് 3യുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ലോഗ് മോഡ് ടി പ്ലസ് 3 എന്നും ഇൻ്റഗ്രൽ 1/ടി മൈനസ് 5ൻ്റെത് ലോഗ് മോഡ് ടി മൈനസ് 5 എന്നുമാണ്. അപ്പോൾ ഇത് ലോഗ് എ മൈനസ് ബി ലോഗ് ബി ഫോമാണ്. അപ്പോൾ ഇതാണ് എ മൈനസ് ലോഗ് ബി. 1/8 കോമൺ ആണ്. അപ്പോൾ 1/8 ഇൻറ്റു ലോഗ് മോഡ് ടി മൈനസ് 5 ബൈ മോഡ് ടി പ്ലസ് 3 പ്ലസ് സി. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടിക്ക് കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/8 ഇൻറ്റു ലോഗ് മോഡ് എക്സ് സ്ക്വയർ മൈനസ് 5 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3 പ്ലസ് സി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ്റഗ്രൽ 1 to 4 മോഡുലസ് എക്സ് മൈനസ് 2 പ്ലസ് മോഡുലസ് എക്സ് മൈനസ് 4 ഡി എക്സ്. ഇവിടെ നമുക്ക് എക്സ് മൈനസ് 2 1/4 സ്പ്ലിറ്റിംഗ് വരും. അതായത് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 2. എക്സ് 2ലാവും എങ്ങനെ എഴുതേണ്ടത് അത് ഫംഗ്ഷൻ മോഡ് എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് മൈനസ് ഓഫ് എക്സ് മൈനസ് 2. എപ്പോഴും എക്സ് ലെസ് ദാൻ 2, എക്സ് മൈനസ് 2, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ അവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. 1 to 2 മൈനസ് ഓഫ് എക്സ് മൈനസ് 2 ഡി എക്സ്, 2 to 4 എക്സ് മൈനസ് 2 ഡി എക്സ്. ഇവിടെ എക്സ് മൈനസ് 4ൻ്റെ കേസ് ചെയ്യുമ്പോൾ അപ്പോൾ എക്സ് അത് നമ്പർ ലൈനിൽ 4 എന്ന പോയിന്റിന് ലെഫ്റ്റ് സൈഡിലോട്ട് മാത്രമേ നമുക്ക് ഫംഗ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് വരും, മൈനസ് ഓഫ് എക്സ് മൈനസ് 4 എന്ന് എഴുതാം. പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 1 to 2 മൈനസ് ഓഫ് എക്സ് മൈനസ് 2 ഡി എക്സ് പ്ലസ് 2 to 4 എക്സ് മൈനസ് 2 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 to 4 മൈനസ് ഓഫ് എക്സ് മൈനസ് 4. ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതിയെന്നുള്ളൂ, 2 - x എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഇത് പവർ റൂൾ പോലെ ചെയ്യാം നമുക്ക്. അതായത് എക്സ് റേസ് ടു എന്നിൻ്റെ എങ്ങനെ എഴുതുന്നത്, എക്സ് റേസ് ടു n + 1/n+1. ഇവിടെ 2 - x ദ ഹോൾ റേസ് ടു 1 ആണ്. അപ്പോൾ എങ്ങനെ എഴുതും, 2 - x 1 + 1 2/2. ഇവിടെ -x ആയതുകൊണ്ടാണ് ഇവിടെ ഒരു -2 വന്ന് ലിമിറ്റ് 1 to 2. ഇവിടെ x - 2ൻ്റെത് x - 2 ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് വരും. ഇവിടെ ഞാൻ മൈനസിങ് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ x - 4ൻ്റെത് x - 4 ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് 2 ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഫസ്റ്റ് ടേം ക്യാൻസൽ ആവും. പിന്നെ 1 ഇട്ട് കൊടുക്കുമ്പോൾ 1/2 എന്ന് വരും. ഇവിടെയും ഫസ്റ്റ് 4 ഇട്ട് കൊടുക്കുമ്പോഴാണ് 2 വരുന്നത്. 2 ഇട്ട് കൊടുക്കുമ്പോൾ സെക്കൻഡ് ലോവർ ലിമിറ്റ് 0 ആവും. ഇവിടെ അതുപോലെ വരും. അങ്ങനെ 1/2 + 2 + 9/2 ആൻസർ 7. Question number 30. In the LPP, find the points giving maximum value for z equal to 5x + 10y subject to constraints x + y less than or equal to 120, x + y greater than or equal to 60, x - 2y greater than or equal to 0, x, y greater than or equal to 0. ഇവിടെ തന്നിരിക്കുന്ന z എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5x + 10y ആണ്. കൺസ്ട്രെയിൻസ് ഇത്ര എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിനെല്ലാം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എക്സിനും വൈക്കും വാല്യൂസ് കണ്ടുപിടിക്കുക. ഈ പോയിന്റ്സ് വെച്ച് ഗ്രാഫ് വരയ്ക്കുക. പിന്നെ ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഫീസിബിൾ റീജിയൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക.
ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുന്ന അറിയാലോ, അതായത് എക്സിനും വൈക്കും എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 120. അപ്പോൾ 0 എക്സിനും വൈക്കും 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 120. അപ്പോൾ ഇത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് 2y ലൈൻ ഏതാണ്? ഈ ലൈൻ വരും എക്സ് പ്ലസ് 2y. അപ്പോൾ ഇങ്ങോട്ടുള്ള റീജിയനാണ് വരുന്നത്. ഇനി എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ എക്സ് പ്ലസ് വൈ ലൈൻ ഇതാണേ. എക്സ് പ്ലസ് വൈ ലൈൻസ് അത് വരും. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. അത് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് വരും. അപ്പോൾ എങ്ങനെ വരുന്നത്? ഈ റീജിയന് മുകളിലോട്ടുള്ള റീജിയൻ വരും. പിന്നീട് എക്സ് മൈനസ് 2y അത് ഏത് റീജിയനാണെന്ന് കണ്ടുപിടിക്കുക. 0 ഇട്ട് എടുക്കുമ്പോൾ നമുക്കിവിടെ അറിയാൻ പറ്റില്ല. അപ്പോൾ വേറൊരു പോയിന്റ് ഇട്ട് കൊടുക്കുക, ഒരു 80 ഇട്ട് കൊടുക്കുക, വൈക്ക് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ റീജിയൻ ഏത് വരും? ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് വരും. ഈ പോർഷൻ വരും. അപ്പോൾ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് വരും. ഇനി അതിൻ്റെ കോർണർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളതിൻ്റെ കോർണർ പോയിൻറ്റ്സ് ABCD എന്ന് എഴുതുക. എന്നിട്ട് ഈ Z എന്ന് പറയുന്ന ഫംഗ്ഷൻ 5x + 10y വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ Z ഈസ് മാക്സിമം ഓൺ ദ പോയിൻറ്റ്സ് A ആൻഡ് B ആണ്.